ഇപ്പോൾ ട്രാക്കോ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കമ്പനിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള നിലയിലായിരുന്നു ഇത്രയും നാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു മീറ്റിങ്ങിനകത്ത് MD പറഞ്ഞു അങ്ങനെ ഒരു പാക്കേജോ മറ്റുള്ളതൊന്നുമില്ല എന്നുള്ള നിലയിൽ ഓറലായിട്ട് സംസാരിച്ചത് മൊത്തത്തിലൊരു ഫ്ലാഷിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക പ്രയാസവും 11 മാസമായിട്ട് സാലറി കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസവും അല്ലാതെ മറ്റുള്ളൊരു വിഷയം ഈ ഉണ്ണിക്ക് സൂയിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ സൂയിസൈഡ് ചെയ്യേണ്ടതായ അവരുടെ വീടുകളിലൊന്നും യാതൊരു പ്രശ്നങ്ങളില്ലാന്ന്. ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ഒരു 3 മാസം മുമ്പ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ തലത്തിൽ ഞങ്ങൾക്കൊരു ചർച്ച നടത്തിയായിരുന്നു ഞങ്ങളുടെ സാലറിയുമായി ബന്ധപ്പെട്ടിട്ട്. ഈ ചർച്ചയിൽ ആണ് വ്യവസായ മന്ത്രി ഞങ്ങൾക്കൊരു പാക്കേജ് കമ്പനി ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, 3 യൂണിറ്റിൽ ഇരുമ്പന യൂണിറ്റ് ക്ലോസ് ചെയ്തിട്ട് ആ ലാൻഡ് വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ആ പൈസ നിങ്ങൾക്ക് തന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള നല്ലൊരു പാക്കേജ് പ്രഖ്യാപിക്കാമെന്ന് ഞങ്ങൾക്ക് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ട്രേഡ് യൂണിയൻസിൻ്റെ ഇതിലൊരു മീറ്റിങ്ങിൽ തീരുമാനിച്ച കാര്യമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് 4 മാസത്തോളം ആയിപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു കാര്യവും അതിൻ്റെ ഇതിലേക്ക് നടക്കുന്നില്ല. ഈ ഇൻഫോ പാർക്ക് ഏറ്റെടുക്കുമെന്നും പറഞ്ഞിട്ട് വലിയ വാർത്തകൾ വന്നു. ഇൻഫോ പാർക്ക് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ മിനിസ്റ്റർ തലത്തിലും മന്ത്രി ഈ നമ്മുടെ MD തലത്തിലൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് പാക്കേജിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ആദ്യം ഈ സ്ഥലത്തിൻ്റെ കാര്യം തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് അന്ന് മിനിസ്റ്ററുടെ അടുത്ത് പറഞ്ഞിരുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ഞങ്ങളവിടെ പറഞ്ഞു ഞങ്ങളുടെ തൊഴിലാളികൾ സാമ്പത്തികമായി ഒരുപാട് പ്രയാസത്തിലാണ്. പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നില്ല, PF നിന്ന് ഒരു പൈസ കിട്ടുന്ന 2.5 വർഷമായിട്ട് PF പൈസ അടയ്ക്കുന്നില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാ ആളുകളും മാനസികമായിട്ടും ആകെ പ്രയാസത്തിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്നുള്ള മിക്കവാറും ഈ ഇപ്പോൾ ട്രാക്കോ കേബിളിലുള്ള ജീവനക്കാരിൽ എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകളും ഒരു 2 വർഷം 2.5 വർഷം 3 വർഷത്തിനിടയിൽ റിട്ടയർഡ് ചെയ്ത് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മാനസിക പ്രയാസങ്ങൾ. ട്രാക്കോ ജീവനക്കാരനായ P. ഉണ്ണിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ട്രാക്കോ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് 11 മാസമായി. മാത്രമല്ല പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന മന്ത്രിയുടെ വാഗ്ദാനം അത് നടപ്പാകില്ല എന്ന് കമ്പനി അറിയിച്ചതോടുകൂടിയാണ് മനോവിഷമത്തിൽ ഉണ്ണി ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണമാണിപ്പോൾ സഹപ്രവർത്തകർ ഉന്നയിക്കുന്നത്.